വളരെയധികം സന്തോഷം. ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ഈ സിനിമയിൽ എത്തിച്ചേരുന്നത് ഈ സിനിമ തുടങ്ങുന്നതിൻ്റെ ഒരു എനിക്ക് തോന്നുന്നത് ഒരു 25 ദിവസം മുന്നെയാണ്. അപ്പം ഇതിൻ്റെ ഒരു പ്രീ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിലേക്ക് വന്ന് ജോയിൻ ആകുന്നത്. അപ്പോൾ ഈ സിനിമയുടെ പേര് അജയൻ്റെ രണ്ടാം മോഷണം എന്നായിരുന്നു. അപ്പം ഡോക്ടർ സക്കറിയ തോമസ് നമ്മുടെ പാർട്ട്ണർ, പുള്ളി ഇന്ന് ഇവിടെ ഇല്ല, പുള്ളി അമേരിക്കയിലാണ്. പുള്ളിക്ക് വരാനായിട്ട് ഇവന് സാധിച്ചില്ല. പക്ഷെ അദ്ദേഹമായിട്ടുള്ള ഒരു ടൈപ്പിലാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അന്ന് ഇതിൻ്റെ ഒരു ബഡ്ജറ്റ് ഇവനിട്ടതും പറഞ്ഞതുമൊക്കെ എല്ലാ സിനിമകളും അങ്ങനെയാണ്. അവർ ആരംഭിക്കുമ്പോൾ ഒരു ബഡ്ജറ്റ് ആവും, പിന്നീട് അതൊരു വേറൊരു ബഡ്ജറ്റ് ആവും. ഇതൊക്കെ എല്ലാ സിനിമകളിലും, കൊച്ചു സിനിമ മുതലോ വലിയ സിനിമകളിലും ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഇതിൻ്റെ ഒരു 25-30 ദിവസം മുന്നെയാണ് ഇതിൽ ജോയിൻ ആവുന്നത്. അപ്പോൾ ഈ സിനിമ ഒരു വലിയ സിനിമയായി മാറണമെന്നുള്ളൊരു ആഗ്രഹം ഇപ്പം ഇവനുണ്ടായിരുന്നു. ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ UGM ഇൻവോൾവ്ഡ് ആയിട്ട് ഇവൻ ചെയ്യുമ്പോൾ ജിതിൻ ഇതിൻ്റെ എടുത്ത ഷോട്ടുകൾ എന്നെ കൊണ്ട കാട്ടുമ്പോൾ ഞാൻ ഭയങ്കര ഇമ്പ്രസ് ആയിട്ട്, അങ്ങനെയാണ് ഈ സിനിമ ARM എന്ന് പറയുന്ന പാൻ ഇന്ത്യൻ സിനിമയാക്കി മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ടിട്ടാണ് അല്ലെ ജിതിൻ ARM എന്ന് പറയുന്ന ടൈറ്റില് ഫോം ആകുന്നത്. പിന്നെ അജയന്റെ രണ്ടാം മോഷണം ഇല്ല, അത് അതിന്റെ താഴെ മാത്രമാണ്. നമ്മൾ ARM ഉണ്ടാക്കിയത് അങ്ങനെയാണ്. പിന്നെ അറിയാം, ഈ സിനിമ പ്ലാൻ ചെയ്യുന്ന സമയത്ത് സിനിമാ വ്യവസായങ്ങളൊക്കെ വളരെ വലിയ രീതിയിൽ നമുക്ക് ബിസിനസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സമയത്തായിരുന്നു. ആക്ച്വലി ഈ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഈ സിനിമ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. അപ്പോൾ നമ്മളിത് കാട്ടിയിട്ട് ബിസിനസ് ചെയ്യാം. നമ്മൾ കൊച്ചു സിനിമകളൊക്കെ തന്നെ നമ്മൾ നല്ല രീതിയിൽ ബിസിനസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഇറങ്ങിയ സിനിമകളെല്ലാം നല്ല രീതിയിൽ ബിസിനസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ സിനിമയുടെ ലക്കാണോ അൺലക്കാണോ എന്നറിയില്ല. ഈ സിനിമയുടെ ഞങ്ങളുടെ ഒരു കോൺഫിഡൻസ്, ഈ സിനിമ കാട്ടിയിട്ട് ഈ സിനിമയ്ക്ക് കൂടുതൽ പൈസ ചോദിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് പറയുമ്പോൾ നമ്മളിപ്പോൾ XY ആർട്ടിസ്റ്റിന്റെ സിനിമകൾ എന്ന് പറയുമ്പോൾ ഓക്കെ, അതിനൊരു വാല്യൂ ഉണ്ടാവും. മനസ്സിലായത് പോലും ഈ ARM ആണ് ധൈര്യമാക്കി തന്നത്. അതുപോലെ തന്നെ എനിക്ക് എടുത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇപ്പം ഈ വലിയ സിനിമകളൊക്കെ റിലീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫിനാൻസ് ഒക്കെ എടുത്തിട്ടാണ് സാധാരണ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അതൊക്കെ സെറ്റിൽ ചെയ്യണം, എടുത്ത എമൗണ്ടുകളൊക്കെ. അപ്പം ഈ സിനിമ ബിസിനസ് ആവാതിരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞ റേറ്റുകളിൽ ഞങ്ങൾ ഓക്കെ ആകാതിരുന്നു കഴിഞ്ഞപ്പോൾ ഈ സിനിമ ഞാൻ എന്താ പറയുക, ഫൈനൽ സെറ്റിൽമെന്റ് എന്ന് പറയാം. അപ്പോൾ അത് സിനിമയിലുള്ളവർക്കേ ഉള്ളൂ അത് കൂടുതൽ മനസ്സിലാവുള്ളൂ, അല്ലാത്തവർക്ക് അത് അത്ര മനസ്സിലാവത്തില്ല. അപ്പൊ അതൊക്കെ സെറ്റിൽ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് ഇത്ര കോടികൾ വേണം, അതിന്റെ ആവശ്യമായിട്ട് വന്നപ്പോൾ എനിക്ക് ഇത്ര രൂപയുടെ ഒരു ആവശ്യമുണ്ട് പടം ഇറങ്ങേണ്ട സമയത്ത് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു കോളില് എന്നെ സഹായിച്ച പൃഥ്വിരാജ് സുകുമാരനോട് ഞാൻ നന്ദി പറയുകയാണ് ഈ അവസരത്തില്. അതുപോലെ തന്നെ കുറച്ചും കൂടെ വീണ്ടും പൈസ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എത്രയാണ് വേണ്ടത് എന്ന് ചോദിച്ചിട്ട് അത് ഞാൻ ചോദിച്ച എമൗണ്ട് എൻ്റെ അക്കൗണ്ടിൽ ഇട്ടു തന്ന എൻ്റെ ഡയറക്ടർ, എൻ്റെ ഫ്രണ്ട് അൻവർ റഷീദിനോടുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. തമിഴിലൊക്കെ പ്രമോഷന്റെ ഭാഗമായിട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് കുറെ സംസാരിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ ഈ സിനിമയെ പറ്റി, ഇതുണ്ടായ വഴിയെ പറ്റി, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് നമ്മൾ ഈ സിനിമ ചെയ്തത് എന്നൊക്കെ പറയുന്നതിൽ അർത്ഥമില്ല. ഓൾറെഡി ഒരുപാട് ആൾക്കാർക്ക് അറിയാമായിരുന്നു. പിന്നെ അതിനൊന്നുകൂടെ പ്രസക്തിയില്ല. സിനിമ ഒരുപാട് ആളുകൾ കാണുകയും ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു എന്ന് പറയുന്നതിന് മാത്രമേ ഇവിടെ പ്രസക്തിയുള്ളൂ. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. നമ്മളെല്ലാവരും ഒരുമിച്ച് ചെയ്ത ഈ സിനിമ ഇത്രയും സ്വീകരിക്കപ്പെട്ടു എന്നുള്ളത്. ആദ്യം നന്ദി പറയാനുള്ളത് തീർച്ചയായിട്ടും ജിതിനും സുജിത്തേട്ടനും എന്നിൽ അർപ്പിച്ച വിശ്വാസമാണ്. എനിക്ക് പോലും ഉണ്ടായിരുന്നില്ല ആ വിശ്വാസം. നന്ദി അറിയിക്കുന്നു. പിന്നെ ഞാൻ ആളുകളോട് പിണങ്ങുന്നത് ചിലപ്പോൾ നിസ്സാര കാര്യങ്ങൾക്കായിരിക്കാം, പക്ഷെ അത് അത്രയും തന്നെ നിസ്സാര പിണക്കങ്ങളായി തന്നെ കണക്കാക്കേണ്ടതാണ് എന്ന് ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു. ഞാനത് ചിലപ്പോൾ ഒരു ദിവസം 2 ദിവസം കഴിഞ്ഞ് ഞാൻ എന്തിനാ പിണങ്ങിയത് ഞാൻ തന്നെ മറന്നു. അപ്പോൾ പിണക്കങ്ങളൊന്നും ഒരിക്കലും പെർമനന്റ് അല്ല, ടെമ്പററിയാണ്. പ്രത്യേകിച്ച് സിനിമകൾ വിജയിക്കുന്ന സമയങ്ങൾ അങ്ങനത്തെ പിണക്കങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് മാറാനുള്ളതുമാണ്. അപ്പൊ ഞാൻ ആരെയെങ്കിലും ഈ സിനിമയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആരെയെങ്കിലും ഞാൻ ഒരു വാക്കുകൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാവരോടും അതിനുള്ള മാപ്പ് അപേക്ഷിക്കുകയാണ്. അതോടൊപ്പം ഈ സിനിമയ്ക്ക് കൂടെ നിന്ന്, ഈ സിനിമയുടെ ഭാഗമല്ലാഞ്ഞിട്ടും ഈ സിനിമയുടെ കൂടെ നിന്ന് ഒരുപാട് പേരുണ്ട്.
ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു ചടങ്ങിൽ ഭാഗമാകാൻ വന്നിട്ടുള്ള ഒരുപാട് ഗസ്റ്റുകളുണ്ട്, ലിസ്ണറും എല്ലാവരുടെയും ഈ സ്നേഹവും അനുഗ്രഹവും ഒരുപാട് സന്തോഷിപ്പിക്കുന്നുണ്ട്. തുടർന്നും അതുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു.